നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലേന്ന് വാർത്തകളിൽ നിറയുന്നത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെ പരാമർശമാണ്. വോട്ടെടുപ്പിന്റെ തലേനാൾ ചർച്ചയായിരിക്കുന്നത് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി ആർ.എസ്.എസ് സഹകരണത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവന. അടിയന്തരാവസ്ഥ കാലത്തെ ആർ.എസ്.എസ് ബാന്ധവം ഓർമ്മിപ്പിച്ചാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വെട്ടിലായത്. പ്രസ്താവന നിലമ്പൂരിൽ UDF ആയുധമാക്കിയതോടെ വിശദീകരണവുമായി എം.വി. ഗോവിന്ദൻ രംഗത്തെത്തി. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചുവെന്നാണ് എം.വി. ഗോവിന്ദന്റെ വിശദീകരണം. നിലമ്പൂരിൽ വോട്ടെടുപ്പിന് തലേന്നാൾ വിവാദ പ്രസ്താവനയിലൂടെയാണ് പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ വെട്ടിലായത്. അടിയന്തരാവസ്ഥക്കാലത്ത് ആർ.എസ്.എസുമായി സഹകരിച്ചതായി ഓർമ്മിപ്പിച്ച എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന UDF ആയുധമാക്കി. കാര്യങ്ങൾ കൈവിടുമെന്ന് ബോധ്യമായതോടെ വിശദീകരണവുമായി എം.വി. ഗോവിന്ദൻ രംഗത്തെത്തി. തന്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിച്ചെന്നാണ് എം.വി. ഗോവിന്ദന്റെ വിമർശനം. അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന EMS ഉയർത്തിയ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയെയും ആർ.എസ്.എസിനെയും ഒരുപോലെ എതിർത്തായിരുന്നു നിലമ്പൂരിലെ LDF പ്രചാരണം. അതിനിടയിൽ അപ്രതീക്ഷിതമായി പാർട്ടി സെക്രട്ടറി നടത്തിയ പ്രസ്താവനയിൽ വ്യക്തത വരുത്താനാണ് സ്ഥാനാർത്ഥി M. സ്വരാജ് ശ്രമിച്ചത്. ജനതാ പാർട്ടിയിലാവട്ടെ വ്യത്യസ്ത ധാരകൾ ഉള്ളവരെല്ലാം അതിന്റെ ഭാഗമായി. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. ജനതാ പാർട്ടി നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വരികയും ചെയ്തു. ബേപ്പൂരിലെയും വടകരയിലെയും കോലിബി സഖ്യം ഉയർത്തിക്കാട്ടി UDF വിമർശനങ്ങൾ പ്രതിരോധിക്കാനാണ് CPIM ശ്രമിക്കുന്നത്. എം.വി. ഗോവിന്ദന്റെ പ്രസ്താവന നിലമ്പൂരിൽ തിരിച്ചടിക്കുമെന്ന ആശങ്കയും LDF നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. ടീം റിപ്പോർട്ടർ, നിലമ്പൂർ.